Exercise 3.3 second question. Consider the following parallelograms. Find the values of unknown x, y, z. നമുക്ക് തന്നിരിക്കുന്ന പാരലോഗ്രാമിൽ എക്സ് വൈ സെഡ് ഈ ആംഗിൾസ് കണ്ടുപിടിക്കണം. നമുക്ക് ഒരു ആംഗിൾ തന്നിട്ടുണ്ട് ബി. നമുക്കറിയാം പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ, അഡ്ജസെൻ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാം. ഇപ്പം ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ ആംഗിൾ വൈ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 100. അഡ്ജസെൻ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? 100 + x = 180 വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ആദ്യം നമുക്ക് y എഴുതാം. y = 100. റീസൺ എന്താണ്? opposite angles are equal. അടുത്തത് adjacent angles are supplementary. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. സപ്ലിമെൻ്ററി എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 100 = 180. ഓക്കെ, എക്സ് ഈക്വൽ ടു ഈ 100 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ 180 - 100 = 80. ഓക്കെ, റീസൺ adjacent angles are supplementary. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് കിട്ടി. എക്സ് ഈക്വൽ ടു 80. ഇനി സി ആണ് കിട്ടാനുള്ളത്. സി ഇസ് ഈക്വൽ ടു എക്സ് 80 ആണെങ്കിൽ സി എത്രയായിരിക്കും? 80. ഓപ്പോസിറ്റ് angles are equal. സെക്കൻഡ് വണ്ണിൽ നമുക്ക് ഒരു ആംഗിൾ തന്നിട്ടുണ്ട് 50. ഇനി എക്സ് വൈ സി കണ്ടുപിടിക്കണം. ഇതിൽ നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. എക്സ് എന്താണ്? അഡ്ജസെൻ്റ് ആംഗിൾസ് ആണ്. അഡ്ജസെൻ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. സോ 50 + x = 180. എക്സ് ഈക്വൽ ടു 15 റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോവാം. 180 - 50 ദാറ്റ്സ് ഈക്വൽ ടു 80 ന്ന് 5 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 3 130. എക്സ് ഈക്വൽ ടു വരുന്നത് 130. റീസൺ അഡ്ജസെൻ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. ഓക്കെ, y എന്താണ്? y = 130 കിട്ടും. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. y = 130. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. നമുക്ക് സി കണ്ടുപിടിക്കണം. സി നമുക്ക് 2 മെത്തേഡ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടുത്തെ ഈ ആംഗിൾ നമുക്ക് കിട്ടും. എന്താണ്? 50. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഓക്കെ, ഈ ആംഗിൾ കിട്ടുകയാണെങ്കിൽ ഈ 2 ആംഗിൾ എന്താ? ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രി ആണ്. അപ്പൊ സി എത്രയായിരിക്കും? 180 - 50. ഈ 2 ആംഗിൾസ് എന്താണ്? ലീനിയർ പെയർ ആണ്. ഓക്കെ, നമുക്ക് സി കണ്ടുപിടിക്കാം. സി ഇസ് ഈക്വൽ ടു 180 - 50 വരും. 180 - 50 സി ഈക്വൽ ടു 80 ന്ന് 5 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 3 130 കിട്ടും. ഓക്കെ, സി എന്ന് പറയുന്നത് 130. അപ്പം ഇതിൻ്റെ റീസൺ എഴുതുമ്പോൾ ലീനിയർ പെയർ. ഇനി വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ 2 സൈഡ്സ് പാരലൽ സൈഡ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ 2 പാരലൽ സൈഡ്സിനെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. 2 പാരലൽ ലൈൻസിനെ ഒരു ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യാണ്. അപ്പൊ ഈ 2 ആംഗിൾസ് എന്താണ്?
കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. രണ്ട് പാരലൽ ലൈൻസ് ഒരു ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് ആംഗിൾസ് വരുന്നത് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ആ സെയിം ആണ്, ഈ രണ്ട് പാരലൽ ലൈൻസ് ആണ് ഇത് രണ്ടും. ഇതൊരു ട്രാൻസ്വേഴ്സിലാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ എക്സ് 130 ആണെങ്കിൽ സിയും എന്തായിരിക്കും? 130 ആയിരിക്കും. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടും നമുക്ക് എഴുതാം എന്ത്? സി ഈസ് ഈക്വൽ ടു 130 എന്ന്. അപ്പൊ റീസൺ ചെയ്താൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. ഓക്കെ. തേർഡ് വണ്ണിൽ നമുക്ക് എന്താണ്? ഒരാംഗിൾ തന്നിട്ടുണ്ട് 30. ഈ ഒരു ആംഗിൾ നമുക്കറിയാം ഇത് എത്രയായിരിക്കും? 90. ഓക്കെ. ഇത് 90 ആണെങ്കിൽ എക്സ് എത്രയായിരിക്കും? എക്സും 90 ആയിരിക്കും. എന്താണ് റീസൺ? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. നമുക്കറിയാം രണ്ട് ലൈൻസ് തന്നിട്ടുണ്ടെങ്കിൽ രണ്ട് ലൈൻസ് ഇങ്ങനെ ക്രോസ് ആവുകയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസിനെ പറയുന്നതാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതിൽ നമുക്ക് എക്സ് ഈക്വൽ ടു 90 ഡിഗ്രി. റീസൺ vertically opposite angles are equal. Vertically opposite angles are equal. ഇനി നമുക്ക് ഈ ഒരു ചെറിയൊരു ട്രയാങ്കിൾ എടുക്കാം. ഈ ഒരു ചെറിയ ട്രയാങ്കിളിൽ രണ്ട് ആംഗിൾസ് നമുക്ക് എത്രയാണെന്ന് കിട്ടി. രണ്ട് ആംഗിൾസ് നമുക്ക് എത്രയാണെന്ന് മനസ്സിലാണെങ്കിൽ രണ്ട് ആംഗിൾ നമുക്ക് അറിയാമെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? 90 plus 30 plus y is equal to 180. 90 plus 30, 0, 10, 11, 12. 120 plus y is equal to 180. y is equal to, ഇതിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ 180 മൈനസ് 120 കിട്ടും. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0, 80 2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 6, 60. y എത്ര കിട്ടി? 60 കിട്ടി. ഇനി അടുത്തത് z നമുക്ക് അറിയാം. ഇപ്പൊ ഈ രണ്ട് പാരലൽ ലൈൻസ് കൺസിഡർ ചെയ്യാം. രണ്ട് പാരലൽ ലൈൻസ്. ഈ ഒരു ലൈനെ നമുക്ക് ട്രാൻസ്വേഴ്സൽ ആയിട്ട് എടുക്കാം. ഓക്കെ. രണ്ട് പാരലൽ ലൈൻ, ഈ രണ്ട് പാരലൽ ലൈൻ. ഓക്കെ. ഇത് രണ്ട് പാരലൽ ലൈനാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതൊരു ട്രാൻസ്വേഴ്സൽ. രണ്ട് പാരലൽ ലൈൻ ട്രാൻസ്വേഴ്സൽ ആണെങ്കിൽ ഇതെന്താണ്? ഈ രണ്ട് ആംഗിൾസ് ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പൊ y is equal to 60 ആണെങ്കിൽ z is equal to എന്തായിരിക്കും? z is equal to 60. Reason alternate angles are equal. Okay. Fourth one 80, ഒരു ആംഗിൾ 80 തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ്? y കണ്ടുപിടിക്കാൻ പറ്റും. y is equal to 80. Opposite angles are equal. y നമുക്ക് എത്ര കിട്ടി? 80 കിട്ടി. ഓക്കെ. y 80 ആണെങ്കിൽ x എത്രയായിരിക്കും? x plus 80 is equal to 180. Adjacent angles are supplementary. X equal to 180 minus 80 is equal to 0. 8 minus 8, 0, 1, 100. X equal to 100 കിട്ടി. Adjacent angles are supplementary. Adjacent angles are supplementary. C കണ്ടുപിടിക്കണം. C നമുക്ക് രണ്ട് മെത്തേഡിൽ കണ്ടുപിടിക്കാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഈ x 100. ഈ ആംഗിൾ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് 100. ഇത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ ടോട്ടൽ ആംഗിൾ 180 ആയിരിക്കും. അപ്പൊ z എന്ന് പറയുന്നത് 180 മൈനസ് 100. 180 മൈനസ് 100 80. C 80 കിട്ടും. ലീനിയർ പെയർ. ഈ രണ്ട് ആംഗിൾസ് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ
ഈ രണ്ട് ആംഗിൾസ് ലീനിയർ പെയർ. ഓക്കെ, സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഇത് രണ്ട് പാരലൽ ലൈൻസ് ആയിട്ട് രണ്ട് പാരലൽ ലൈൻസ് ആണ്. പാരലൽ ലൈൻസ്, ഈ ഒരു ലൈൻ ട്രാൻസ്വേഴ്സൽ, രണ്ട് പാരലൽ ലൈൻ, ഇതൊരു ട്രാൻസ്വേഴ്സൽ. ഓക്കെ, ട്രാൻസ്വേഴ്സൽ ആണെങ്കിൽ ഈ രണ്ട് ആംഗിൾസ് എന്ന് പറയുന്നത് എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ്. കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. സോ ഇത് 80 ആണെങ്കിൽ ഈ സിയും 80 ആയിരിക്കും. സി ഇസ് ഈക്വൽ ടു 80. Corresponding angles are equal. Okay, last one. ഇതിൽ നമുക്ക് ഒരു ആംഗിൾ തന്നിട്ടുണ്ട് 112 ഡിഗ്രി. നമുക്ക് ഇതിൽ നിന്ന് y കിട്ടും. y is equal to 112 ഡിഗ്രി. Opposite angles are equal. y is equal to 112 degree. Opposite angles are equal. നമുക്ക് y നമുക്ക് 112 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് x കണ്ടുപിടിക്കാം. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഈ ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾസ് നമുക്കറിയാം. തേർഡ് ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? x plus x plus 112 plus 40 is equal to, മൂന്ന് ആംഗിളും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സമ്മ് 180 ആയിരിക്കും. ഓക്കെ, 112 plus 40 is equal to 251. x plus 152 is equal to 180. x equal to, ഇതിന് റൈറ്റിലേക്ക് പോകുമ്പോൾ 180 minus 152. ഓക്കെ, 180 minus 152, 10, 7, 8, 2, 20, 28. x equal to 28 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി സി, നെക്സ്റ്റ് സി. z is equal to, x 28 ആണെങ്കിൽ സിയും എന്തായിരിക്കും? 28 ആയിരിക്കും. ഓൾട്ടർനേറ്റ് ആംഗിൾസ്, ഇത് രണ്ട് പാരലൽ ലൈൻസ്, ഒരു ട്രാൻസ്വേഴ്സൽ, ഇതൊരു ട്രാൻസ്വേഴ്സൽ ആണെങ്കിൽ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. സോ z is equal to 28. Reason, alternate angles are equal. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.